ഞാൻ വണ്ടി കോമ്പൗണ്ടിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. വളരെ സങ്കടപ്പെടുത്തുന്ന നിലവാരത്തിൽ അവർ വളരെ ഇത് ഞങ്ങളുടെ പണിയല്ല, നിങ്ങൾ പൊയ്ക്കോ, ഇതെന്ത് ആവശ്യത്തിനാ എന്ന് പറഞ്ഞ് അവർ തിരസ്കരിച്ച് എന്നെ വിഷമത്തോടെ ഇറക്കി വിട്ടു. പുറകെ ഒരു സിംഗ് ഫാമിലിയോടെ വന്നിട്ട് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് പോക്കാ പോകുന്നത്, രാത്രിയുമായി പോയി, നല്ല വനവുമാണ്. എൻ്റെ കാറ് ജസ്റ്റ് ഈ കുറ്റിച്ചെടിയിൽ ഉരഞ്ഞിട്ട് 2 ഭാഗം ഉരഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല, ഒരു പാളൽ പോലെ വണ്ടി പാളിപ്പോയി. എൻ്റെ പേര് GS മണിക്കുട്ടൻ. തിരുവനന്തപുരം ചെറിയ കൊണ്ണിയാണ് എൻ്റെ സ്വദേശം. ലോങ്സ്റ്റ് ജേർണി ബൈ കാർ ഇൻ എ സിംഗിൾ കൺട്രി എന്ന ടൈറ്റിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചതിൻ്റെ യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദൂരയാത്ര ഇഷ്ടപ്പെടുകയും ഡ്രൈവിങ് ആസ്വദിക്കുകയും ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ട് ആ രീതിയിൽ ഒരു റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിക്കൂടാ എന്ന് ചിന്തിച്ച് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം കാർ ഓടിച്ചത് അമേരിക്കയിലാണ്. അത് 2 ആളുകൾ ചേർന്നിട്ട് 58,185 കിലോമീറ്റർ 121 ദിവസം കൊണ്ട് ഓടിച്ചിരുന്നു. ഈ റെക്കോർഡ് മുന്നിൽ കണ്ട് ഞാൻ ഗിന്നസ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവരുടെ ഗൈഡ് ലൈൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന നിലയിലായിരുന്നു അതിലുള്ള ഗൈഡ് ലൈൻസ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ നമ്മൾ ഓടിയ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത റൂട്ടിൽ വീണ്ടും മടങ്ങി വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. എന്നും എപ്പോഴും മുന്നോട്ട് മാത്രം പോവുക, ഒപ്പം പുതിയ റൂട്ടുകൾ തേടി അതിലൂടെ പോവുക എന്നുള്ളതാണ്. 4000 കിലോമീറ്റർ ലെങ്തുള്ള നമ്മുടെ ഇന്ത്യയിൽ ഞാൻ വിജയിക്കാൻ വേണ്ടി എടുക്കേണ്ടിയിരുന്ന 60,000 കിലോമീറ്റർ ഓടുക എന്നുള്ളത്, റിപ്പീറ്റ് ഇല്ലാതെ ഓടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കായിട്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിരാശപ്പെട്ടുവെങ്കിലും അതിന് മുന്നോട്ടുള്ള സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ സ്വന്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് അവസാനം ഞാൻ ഒരു മാപ്പ് തയ്യാറാക്കി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഓടേണ്ട ഒരു ടാർഗറ്റ് 1500 കിലോമീറ്റർ ആവും. അപ്പോൾ അതൊന്ന് ഓടി നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്രൈവ് ആരംഭിച്ചു. ഹൈവേ വഴി ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഇട റോഡ് എടുത്തിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ട്രിവാൻഡ്രത്ത് എത്തി. ടൈമിംഗ് ഒക്കെ ഓക്കെ ആയി. ഞാൻ സന്തുഷ്ടനായി. സന്തോഷത്തോടെ അതിൻ്റെ അടുത്ത പ്രൊസീജിയറുകളിലേക്ക് ഞാൻ കടന്നു. യാത്ര ആരംഭിക്കാം എന്നുള്ള ചിന്തയിൽ അവരുടെ ഗൈഡ് ലൈൻസ് വ്യക്തമായി പരിശോധിക്കുമ്പോൾ അതിൽ ഉള്ള നമുക്ക് ഈസി എന്ന് തോന്നുക, അല്ലെങ്കിൽ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളുമാണ്. അതായത് ഗസറ്റഡ് റാങ്കിലുള്ള ഒരാൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അതിൽ സർട്ടിഫൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, രാവിലെ എണീക്കുന്നത്, ഡ്രൈവ് ആരംഭിക്കുന്ന പോയിന്റ്, ഇങ്ങനെയുള്ളത് എല്ലാം മെൻഷൻ ചെയ്ത് വെക്കണം. അത് അവർക്ക് തെളിവിനായിട്ട് കൊടുക്കണം. ഒപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് GPS നാവിഗേഷൻ റെക്കോർഡാണ് KML ഫയലിൽ. അതിന് ഒരു ഇൻസ്ട്രുമെൻ്റ് ആവശ്യമുണ്ട്. ഞാനത് വാങ്ങി അതിൻ്റെ സെറ്റിംഗ് എല്ലാം ചെയ്തിട്ട് അത് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ എത്ര വേഗതയിൽ പോയി, എവിടെയെല്ലാം സ്റ്റോപ്പ് ചെയ്തു, എത്ര സമയം സ്റ്റോപ്പ് ചെയ്തിരുന്നു, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ റെക്കോർഡിങ് ആ ഇൻസ്ട്രുമെൻറ്റിലുണ്ടാവും. അത് വാങ്ങിച്ച് സെറ്റ് ചെയ്തു. പിന്നെ നോർത്ത് ഇന്ത്യയിലെ ഫുഡ് പരിചയമുള്ള എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം എങ്ങനെ സൗത്ത് വിട്ട് പോകുമ്പോൾ ഫുഡ് റെഡിയാക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു ട്രക്ക് ബാറ്ററിയും അതിൻ്റെ വേണ്ട ഇൻവെർട്ടർ സിസ്റ്റം ചെയ്തു. ഇൻവെർട്ടർ വെച്ചിട്ട് ഇലക്ട്രിക് കുക്കറിൽ റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചോറാണ്, റൈസാണ് എനിക്ക് നോർത്തിലോട്ട് പോയാൽ കൂടുതലായിട്ട് മിസ് ചെയ്യണ ഒരു സാധനം. അതിനുവേണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തു. പിന്നെ 16ഓളം ക്യാമറകൾ എൻ്റെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. CCTV ക്യാമറ 4 എണ്ണം, 360 ക്യാമറ 4 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഡാഷ് ക്യാം 4 എണ്ണം, പിന്നെ GoProയുടെ 2-3 ക്യാമറാസ്, പിന്നെ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് ക്യാമറ. ഇങ്ങനെ മൊത്തം എൻ്റെ മൂവ്മെൻറ്റ് എല്ലാം, ഞാൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള, എവിടെയൊക്കെ പോകുന്നു എന്നുള്ള വ്യക്തമായ റെക്കോർഡിങ് അതിലുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവർ ഗിന്നസ് ടീംസ് നമ്മളെ കൂടെ ഇല്ലെങ്കിലും അവർ നമ്മുടെ കൂടെ ഉള്ള അതേ ഫീലിങ്ങിൽ അവർക്ക് നമ്മുടെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ വാഹനമെല്ലാം പ്രിപ്പയർ ചെയ്ത് ആഴ്ചകൾ നീണ്ട പ്രിപ്പറേഷനും കാത്തിരിപ്പിനും ശേഷം 2023 ഓഗസ്റ്റ് മാസം 13-ാം തീയതി
എൻ്റെ ഗ്രാമമാകുന്ന ചെറിയകുന്നിയിൽ നിന്ന് ഞാൻ യാത്ര ആരംഭിച്ചു. അഡ്വക്കേറ്റ് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട MLA സ്റ്റീവൻ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 13 വൈകിട്ട് 7:15 ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഞാൻ ആദ്യത്തെ ദിവസം രാത്രിയാണ്, കുറച്ച് ദൂരമേ ഓടാൻ കഴിയുള്ളൂ. അതെല്ലാം ടാർഗറ്റ് വെച്ചിട്ട് തെങ്കാശി വഴി മധുര വഴി തമിഴ്നാട് റോഡുകളിൽ കൂടെ ഓടി ഞാൻ അന്നത്തെ ഡ്രൈവ് അവസാനിപ്പിച്ചു. അവിടെ ഒരു പെട്രോൾ പമ്പിൽ അന്തി ഉറങ്ങുകയാണ് ഉണ്ടായത്. ശേഷം അടുത്ത ദിവസം രാവിലെ വീണ്ടും എണീറ്റ് ഞാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ നിന്ന് യാത്ര ആരംഭിക്കണമെന്നും ഗൈഡ് ലൈൻസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുസരിച്ച് അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. പൊള്ളാച്ചി, കോയമ്പത്തൂർ വഴി മൈസൂരിലേക്കാണ് ഞാൻ പോയത്. മൈസൂർ ടൗൺ ടച്ച് ചെയ്യാതെ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി പോകണമെന്നുള്ള പ്ലാനിൽ ഞാൻ മറ്റൊരു റൂട്ട് എടുത്ത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നേരെ മാനന്തവാടി വഴി കോഴിക്കോടേക്ക് ഇറങ്ങി. കോഴിക്കോട് നിന്ന് ടൗണിൽ പോകാതെ പുറത്തുകൂടി പാലക്കാടെത്തി. പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ നിന്ന് MC റോഡ് പിടിച്ചിട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എവിഡൻസിനായിട്ട് ഞാൻ വഴിയിൽ കണ്ട, അതായത് ഞാനുമായിട്ട് അപ്രോച്ച് ചെയ്ത പലരിൽ നിന്നും ഡെയിലി എഴുതി മേടിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇന്ന ആളുടെ പേര്, സ്ഥലം, മൊബൈൽ നമ്പർ, പറ്റിയാൽ ഇമെയിൽ ID, എന്നെ മീറ്റ് ചെയ്ത ലൊക്കേഷൻ, ഇതാണ് അവർക്ക് വേണ്ട എവിഡൻസുകളിലൊന്ന്. അത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും, പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ പലരിൽ നിന്നായിട്ട് എഴുതി മേടിച്ച് ആ എവിഡൻസുമായിട്ട് ഞാൻ അങ്ങനെ ആഗസ്റ്റ് മാസം 15-ാം തീയതി ട്രിവാൻഡ്രത്തെത്തി. 2 മണിയോടുകൂടി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എത്തി. റിപ്പീറ്റ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ പുറപ്പെട്ട റോഡിലല്ല, മറ്റൊരു വഴിയായി ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഫുഡ് കഴിച്ചു. വീട്ടിൽ നിന്നിറങ്ങി ഞാൻ നേരെ പോകുന്നത് അന്നത്തെ ഗസറ്റഡ് വിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി അവിടെ ഓഫീസേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി കോമ്പൗണ്ടിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ട്, അതായത് എൻ്റെ വണ്ടിയിൽ സ്റ്റിക്കറിംഗ് ഉണ്ട്, അത് കണ്ട് അവർക്ക് ഞാൻ എന്താ അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. വളരെ സങ്കടപ്പെടുത്തുന്ന നിലവാരത്തിൽ പ്രയാസം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. വളരെ ധൈര്യത്തോടെ, ധീരതയോടെ ഒരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി എന്നെ അവർ വളരെ, ഇത് ഞങ്ങളുടെ പണിയല്ല, നിങ്ങൾ പൊയ്ക്കോ, ഇതെന്താവശ്യത്തിനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ലപോലെ പറഞ്ഞു. MLA എഴുതിയ ലെറ്ററുണ്ട്, ഇത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവർ തിരസ്കരിച്ച് എന്നെ വിഷമത്തോടെ ഇറക്കി വിട്ടു. എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഈ അനുഭവം എനിക്ക് പ്രയാസം ഉണ്ടാക്കി. ഞാൻ എന്തായാലും നിരാശയോടെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. അന്ന് ആ രീതിയിലൊരു എവിഡൻസ് എടുക്കാനും എനിക്ക് കഴിഞ്ഞില്ല. നേരെ കോഴിക്കോടേക്കാണ് ഞാൻ പോയത്. രാത്രി മൊത്തം ഡ്രൈവ് ചെയ്ത്, അന്ന് ഞാൻ 850 കൂടുതൽ കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കോഴിക്കോട് രാത്രി 3 മണിക്കെത്തി. അവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കാറ് പാർക്ക് ചെയ്ത് വെളുക്കോളം അവിടെ ഉറങ്ങിയിട്ട് രാവിലെ ഉണർന്ന് എനിക്ക് പരിചയമുള്ള ഒരാളിൽ നിന്ന് ഒരു വിറ്റ്നസ് എഴുതി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് ഒരു വിറ്റ്നസ് എഴുതി മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് ഡ്രൈവ് ആരംഭിച്ചു. ഉടുപ്പിയിലെത്തി. ഉടുപ്പിയിൽ നിന്ന് വീണ്ടും എൻ്റെ ലക്ഷ്യം ഡിസ്റ്റൻസ് കവർ ചെയ്യുക എന്നുള്ളതായത് കാരണം റിപ്പീറ്റ് ഇല്ലാതെ വീണ്ടും ഞാൻ ശിവമോഗ വഴി ഇരിട്ടിയിലേക്ക് വീണ്ടും മറ്റൊരു റോഡ് വഴി തിരിച്ചു വന്നു. ഇരിട്ടിയിൽ വന്നിട്ട് വീണ്ടും തമിഴ്നാട് വഴി തമിഴ്നാട്ടിൽ കയറി കൽപ്പറ്റ വഴി വീണ്ടും മൈസൂരിലെത്തി. മൈസൂർ സിറ്റിയിൽ കയറാതെ വീണ്ടും ഞാൻ ഉടുപ്പിക്ക് അടുത്തുകൂടെ ശിവമോഗയ്ക്ക് പുറത്തുകൂടി വീണ്ടും എൻ്റെ യാത്ര തുടർന്നത് പൂനെയിലേക്കാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അങ്ങനെ മൈസൂരിൽ നിന്ന് പൂനെക്ക് പോകുന്ന വഴിയിൽ ഗോവ എത്തിയപ്പോൾ ഞാൻ ഗോവ ബ്രിഡ്ജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി, നിയമവിരുദ്ധമാണ് ബ്രിഡ്ജിൽ നിർത്തിക്കൂടെ, എന്നാൽ പോലും ഒരു സെക്കൻഡ് ഒരു പ്രൂഫിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തി. അപ്പോൾ പുറകെ ഒരു സിംഗ് ഫാമിലിയോടെ വന്നിട്ട് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട്, നിങ്ങൾ എന്ത് പോക്കാ പോകുന്നത്,
ഇപ്പോഴേ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇൻട്രൊഡ്യൂസായി. അത് എയർ ട്രാഫിക് കൺട്രോളറായിരുന്നു. പുള്ളി റിട്ടയർ ആയതാണ്. അവിടെ ദീർഘകാലമായിട്ട് താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചോദിച്ചു. വൈഫിനെ വിളിച്ച് എന്നെ കാണിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അന്നത്തെ വിറ്റ്നസ് ഞാൻ തൻ്റെ നിന്ന് എഴുതി മേടിച്ച് ആ ബ്രിഡ്ജിൽ വെച്ച് സന്തോഷത്തോടെ ഒരു സത്യം പറഞ്ഞാൽ നല്ല ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം എത്രയോ ദൂരമായിട്ട് ഫോളോ ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തിനാ എത്ര വേഗം പോകുന്നത്? എനിക്ക് ടാർഗറ്റ് എത്തിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഓട്ടം മാത്രമായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഗോവയിൽ നിന്ന് എനിക്കുണ്ടായി. അത് സന്തോഷമുള്ള ഒരു ഓർമ്മയായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. പൂനെയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ദൊപ്പാവെ എന്ന് പറയുന്ന ഫെറി ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് കടന്നു പോകാൻ. ഇനി ഫെറി ക്രോസ് ചെയ്യുമ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഒരു റൂളുള്ളത്, ആ ഡിസ്റ്റൻസ് നമ്മൾ ഫെറിയിലൂടെ യാത്ര ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എൻ്റെ യാത്രയുടെ കിലോമീറ്ററിൽ കൂട്ടത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഫെറി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്ത് പോകാൻ അവർ അലോഡ് ചെയ്യണമുണ്ട്. ഫെറി കൂടാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി അവിടെ ഉണ്ട്, നാഷണൽ ഹൈവേ തന്നെ ഉണ്ട്. എനിക്ക് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് തിരിച്ചു വരാൻ വേറെ റൂട്ട് എടുക്കാൻ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഫെറിയിലൂടെ ക്രോസ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഫെറിയിലേക്ക് പോകുന്ന വഴി രാത്രിയുമായി പോയി നല്ല വനമാണ്. നല്ല വനം മീൻസ് കുറ്റിച്ചെടികളെല്ലാം വളർന്നിട്ട് റോഡ് ടാറിൻ്റെയും ഉള്ളിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കാറ് ജസ്റ്റ് ഈ കുറ്റിച്ചെടിയിൽ ഉരഞ്ഞിട്ട് രണ്ട് ഭാഗം ഉരഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ രാത്രിയാണ്, എതിരെ വാഹനങ്ങളില്ല, ആൾക്കാരാരുമില്ല, ചീവീടുകളുടെ സൗണ്ടുകൾ മാത്രം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അന്തരീക്ഷം ഭീകരമാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഉറക്കങ്ങളൊന്നും ശരിയായിട്ടില്ല. പിന്നെ വളഞ്ഞ റോഡുകളാണ്. പക്ഷേ ഒരു വളയുമ്പോൾ മരച്ചില്ലകൾ ഇഞ്ഞ് അതിൻ്റെ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വളയുന്ന ഭാഗത്ത് എന്ത് പറ്റിയെന്നറിയില്ല, ഒരു പാളൽ പോലെ വണ്ടി പാളിപ്പോയി. ഞാൻ പെട്ടെന്ന് ചവിട്ടി നിർത്തി. ഉറക്കക്ഷീണം കണ്ണടഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കണം, ഇനി താഴെ കൊക്കയാണോ ഒന്നും അറിയാൻ വയ്യ. ഇറങ്ങി നോക്കിയാൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്ര ടൈറ്റായിട്ട് ഈ പുല്ല് നിൽക്കുകയാണ്. അത് ബലപ്പിച്ച് തുറക്കാൻ പറ്റും, പക്ഷെ അവിടെ എന്തെങ്കിലും ജീവികളുണ്ടോ, എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ല. അങ്ങനെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഭയപ്പാടോടുകൂടി ദൈവസഹായത്തിൽ അവിടെ നിന്ന് വീണ്ടും ഡ്രൈവ് തുടർന്നു. പെട്ടെന്ന് പറയട്ടെ, അതൊരു മലയുടെ മുകൾ ഭാഗമായിരുന്നു, ഒരു ഇറക്കം ആരംഭിക്കുന്ന വളവായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇറക്കം ഇറങ്ങി പെട്ടെന്ന് തന്നെ, അതായത് ഒരു കിലോമീറ്ററിനുള്ളിൽ 2 വളവ് വളഞ്ഞ് ഇറങ്ങിച്ചെന്ന് ഫെറി എത്തി. ദൊപ്പാവെ എന്നാണ് ആ ഫെറിയുടെ പേര്. അവിടെ ചെന്നു. അവിടെ ഫെറി എല്ലാം സ്റ്റോപ്പായിരുന്നു. അടുത്ത രാവിലെ 5 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ഫെറിയുടെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി വണ്ടിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കുടിച്ച് അവിടെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. ഫെറി ഓപ്പണായി, ആൾക്കാരെല്ലാം വന്നു, ടിക്കറ്റൊക്കെ എടുത്ത് അതിൽ കയറി അടുത്ത സൈഡിലാക്കി. അന്ന് സൺഡേ ആയിരുന്നു. അടുത്ത് വീണ്ടും ഒരു ഫെറിയിലെത്തി. അവർ അത്ഭുതം എന്ന് പറയട്ടെ, അവർ നിങ്ങൾ ഈ സ്റ്റിക്കറെല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞ് ഓക്കെ, ഫീസ് 100 രൂപ 150 രൂപ എന്തോ ആണ്. ആ ഫെറി എന്നെ അവർ സൗജന്യമായിട്ട് അടുത്ത ഫെറിയും കടത്തി വിട്ടു. പൂനെയിലേക്കുള്ള യാത്രയിൽ വൈകിട്ടൊക്കെ ആയി തുടങ്ങുമ്പോൾ അസാധ്യമായ തിരക്ക് റോഡുകളിൽ അനുഭവപ്പെട്ടു. ഞാൻ ഈ ഫോറസ്റ്റിൽ നിന്ന് കഴിഞ്ഞ് ഈ ഫെറിയും കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും തിരക്ക് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വീണ്ടും പോകുമ്പോൾ തിരക്ക് കൂടി വരുന്നു. അപ്പോൾ തൊട്ടടുത്ത പട്ടണം ഏതാണെന്ന് നോക്കുമ്പോൾ അത് ബോംബെക്ക് ഒരു ഏറെക്കുറെ 100 കിലോമീറ്ററോളം അകലെയാണ്. അപ്പോൾ എന്തായാലും ബോംബെയിൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല, കാരണം അടുത്ത റൂട്ട് ബോംബെ വഴി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റൈറ്റ് തിരിഞ്ഞ് നേരെ പൂനെക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പൂനെയിലേക്ക് പോയി. രാത്രിയായി. ട്രാഫിക് ഒത്തിരി ഉണ്ടായിരുന്നു. പൂനെ ഭാഗത്തൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പ്രസ് വേ ഒഴിവാക്കിയാണ് പോയത്. ബോംബെ പൂനെ വലിയ റോഡുണ്ട്, അത് ഒഴിവാക്കി മറ്റു ചെറിയ റോഡ് പിടിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ ആ റോഡും ഞാൻ പിന്നെ ഉപയോഗിക്കേണ്ട പ്ലാൻ ഉള്ളതുകൊണ്ട്. പൂനെയിൽ വൈകിയെത്തിയ ഞാൻ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് പെട്രോൾ പമ്പിൽ സാധാരണ ഉറങ്ങുന്നത് പോലെ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാനില്ലാത്ത കാരണം ഞാൻ ഒരു സ്റ്റാർ റിസോർട്ട് ഇങ്ങനെ കണ്ടു, ബോർഡ് കണ്ടു. അതിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ അന്തി ഉറങ്ങി. രാത്രി അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടി. വെളുപ്പിന് എണീറ്റ് സാധാരണ പമ്പിൽ ഫ്രഷ് ആവണം ഞാൻ, അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഡ്രൈവ് ആരംഭിച്ചു. 8 മണിയോടുകൂടി ഫോറസ്റ്റും വനപാതകളാണ്, നല്ല റോഡാണ്,
ട്രക്കൊക്കെ ഇഷ്ടംപോലെ പാസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട് ഒരു കൗതുകത്തിന് അവിടെ നിർത്തി മുഖമൊക്കെ കഴുകി. അപ്പോൾ ആലോചിച്ചപ്പോൾ ഫ്രഷ് ആകാമല്ലോ എന്നായി. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും പോകുന്ന ട്രക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നും അവിടെ വരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ് സെറ്റപ്പുകളെല്ലാം എടുത്ത് അവിടെ വെച്ച് കുളിച്ച് ഫ്രഷായി ആ നാച്ചുറൽ ബ്യൂട്ടിയിൽ അങ്ങനെ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടും ഒറ്റ പ്രാവശ്യമായിട്ടും അത് അങ്ങനെ പ്രകൃതി രമണീയമായ അവിടെ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ എല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് ഞാൻ ഡ്രൈവ് തുടർന്നു. നേരെ ബാംഗ്ലൂർക്കാണ്, മൈസൂരിൻ്റെ പുറത്തുകൂടി നേരെ ബാംഗ്ലൂർക്കാണ് ആ റൂട്ട്. വീണ്ടും പൂനെയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് മൈസൂർ വഴി, മൈസൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് പൂനെയിലേക്കുള്ള റൂട്ട് തന്നെയാണ് പൂനെയുടെ മറ്റൊരു സൈഡിലേക്ക്. അവിടെ പോകുമ്പോൾ ഷെങ്കോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ഞാൻ വിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കയറി. അപ്പോൾ അവർ തന്ന സ്വീകരണം തികച്ചും എന്നെ സന്തോഷിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. അത് അവരുടെ, എനിക്ക് തോന്നുന്നു അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ഇരുത്തി ഫസ്റ്റ് അവർ വെള്ളം തന്നു. എന്നിട്ട് ഇരുത്തി എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിറവേറ്റിയിട്ട് ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ 1-2 ടീച്ചർമാർ പുറത്തു പോയിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇലയും കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഇതെല്ലാം കൂടെ ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കി എനിക്ക് തന്നിട്ട് അത് പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരോ ഉള്ള ഒരു ഫീല് എനിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടി. അത് ഒരിക്കലും മറക്കാത്ത ഒരിതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്തു. പൂനെയിലേക്ക് തന്നെയാണ് ലക്ഷ്യം. അടുത്ത ദിവസമായി. ഇതിൻ്റെ ഇടയ്ക്ക് പമ്പിൽ ഉറങ്ങി. അടുത്ത് വേറൊരു സ്കൂൾ അടുത്ത ദിവസം കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് ഒരു ഇട റോഡായിരുന്നു. ഞാൻ യാദൃശ്യമായിട്ട് ഒരു ഭയങ്കര വലിയ ഹൈസ്കൂളല്ല, അവിടെ ഞാൻ കയറിയപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് എൻ്റെ കാര്യങ്ങൾ ആദ്യം ചോദിച്ചല്ല. ഞാൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ചിട്ട് നിങ്ങൾ എൻ്റെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് വിഷമമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. അവർ ഉടനെ ടീച്ചർമാരെ വിളിച്ചിട്ട് ബെല്ല് കൊടുത്ത് എല്ലാവരും കൂടി വന്നു. അസംബ്ലി കൂടുന്ന പോലെ ബോക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് അവർ ഒരു വാദപ്രതിവാദം പോലെ എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അത് ചോദിച്ചു, എനിക്ക് പറയാനുള്ള പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂറോളം ആ സ്കൂളിൽ സ്പെൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, സാർ ഇന്ന് ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാവും. സത്യമായി വളരെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം ഉണ്ടായി. സ്കൂളിലെ ഗവൺമെൻറ്റിൻ്റെ ഫുഡാണ് അത്. എനിക്ക് ടൈം ആയിട്ടില്ലായിരുന്നു അപ്പോൾ, പക്ഷേ എനിക്ക് ആ ക്ലാസ്സിലിരുത്തി കുട്ടികളെ പറഞ്ഞു വിട്ട് എനിക്ക് എടുത്ത് ആ ഫുഡ് തന്ന്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചിലരൊക്കെ ഒത്തിരി പേര് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അതിയായ സന്തോഷം നമ്മളെ ഹൃദയത്തിൽ അപ്പോൾ വരും. അത് സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ അടുത്ത ദിവസമുള്ള സാക്രിഫൈസിന് വേണ്ടി നമ്മൾ മനസ്സിനെ കൂടെ ഒരുക്കുന്ന ഒരു അനുഭവങ്ങളായി ഒരിക്കലും മറക്കാത്ത ഓർമ്മയായിട്ടത് ജീവിതത്തിൽ നിലനിൽക്കും. പിന്നെ ഉള്ളത് റണ്ണിങ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സന്തോഷപ്പെടുന്ന മറ്റൊരു കാര്യം, ചിലപ്പോൾ ഒരേ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് ചിലപ്പോൾ നമ്മൾ ടയേർഡാവും, അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളെ ചിന്തകൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ വാഹനം സ്ലോ ആവും. അപ്പോൾ ഹോൺ അടിച്ചിട്ട് ഒരാൾ, കൂടുതലും ബൈക്കേഴ്സൊക്കെയാണ്, കാറുകാരും ചെയ്യാറുണ്ട്, ഫ്രണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ തംസപ്പ് തരും നമുക്ക്. അത് കാണുമ്പോൾ വീണ്ടും നമുക്ക് ഊർജം വരുന്നു. നമ്മൾ വീണ്ടും ഓർമ്മകൾ ഒക്കെ വിട്ടിട്ട് ഡ്രൈവിലേക്ക് വീണ്ടും മടങ്ങി വരണ ഈ അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ അത് അനുഭവിപ്പിക്കുക തന്നെ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെയും ഒരു വളരെ ഒരുപാട് പേര്, ഒത്തിരി പേര് എല്ലാ സംസ്ഥാനങ്ങളിലും റൈഡ് ഇഷ്ടപ്പെടുന്ന, അതായത് എൻ്റെ വണ്ടിയിലുള്ള സ്റ്റിക്കറിങ് വായിച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിലൊക്കെ പറയുന്നതാണ്. അവർ സംസാരിക്കുന്നില്ല, അവരുടെ ഫേസ് ഹെൽമെറ്റ് കവേർഡാണ്, മനസ്സിലാവുന്നില്ല, എന്നെ അവർ കാണുന്നില്ല. പക്ഷെ എൻ്റെ ആ ഉദ്യമത്തെ, ആ പ്രയത്നത്തെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഒരു കൈ ആംഗ്യം കൊണ്ട് അവർക്ക് കഴിയുന്നു. അത് എൻ്റെ മനസ്സിൽ എത്രത്തോളം ഉന്മേഷം ഉണർത്തുന്നു അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതെനിക്ക് ശക്തിയായിരുന്നു. അത് ഊർജമായിട്ട് ഞാൻ ആ യാത്ര ഗംഭീരമാക്കുവാൻ എന്നെ സഹായിച്ച നിമിഷങ്ങളാണത്.